ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസും ചോരപ്പുഴകളും കാണണം. വാ നമുക്ക് മച്ചാട് മാമാങ്കം കണ്ടിട്ട് വരാം. ഇന്ന് നമ്മൾ എത്തിയേക്കുന്നത് മച്ചാടുക്കാണ്. ഒരുപാട് വെറൈറ്റി പരിപാടികളുള്ള സ്ഥലമാട്ടത്. നമ്മുടെ ചെറിയൊരു പഞ്ചവാദ്യം കഴിഞ്ഞിട്ട് ഞാൻ പരിപാടി കാണാൻ ഇറങ്ങിയതാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ചെറുപ്പൊക്കെ എത്ര അടിപൊളിയെന്ന് മനസ്സിലാവുക. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതം കൂടി ഒന്ന് വീക്ഷിക്കും. നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല തോന്നും. വഴിപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയല്ല വഴിപാട്. അതൊക്കെ ഞാൻ പുഷ്പാഞ്ജലി വിട്ടിട്ടുള്ള ഒരു കളിക്ക് നിൽക്കില്ലേ. ഇപ്പൊ അതുമില്ല. ഞാൻ ഈ മൂക്കും മുത്തിട്ട് ഇക്കണ്ട ആൾക്കാരൊക്കെ കൂടിയിട്ട് ഓടിപ്പടച്ച് പോണത് എങ്ങോട്ടാന്നല്ലേ. 10 കൊല്ലത്തിന് ശേഷമുള്ള ഒരു കിൻഡലം വെടിക്കെട്ട് കാണാനാണ്. 10 കൊല്ലം മുമ്പുള്ള പവർ എന്തായാലും ഇപ്പൊ കിട്ടില്ല. അന്നൊന്നും വെടിക്കെട്ട് കാണാൻ നമ്മളൊന്നും കൊണ്ടുപോകാത്ത കാലം ഉണ്ടായിരുന്നു. സേഫ്റ്റി ഒക്കെ പക്കയായിട്ട് ഉറപ്പുവരുത്തിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്. സല്യൂട്ട് ഫോർ കേരള പോലീസ്. ഇനി നമുക്ക് കുതിര കളി കണ്ടിട്ട് വരാം. ഇവിടെ ആനയ്ക്ക് പകരം കുതിരയാണ്. ഈ കാണുന്ന പന്തല് 3 ചാൻസിൽ ആരാണ് ഓട്ടേക്കണത് അവര് ജയിക്കും. ഓട്ടേക്കണെന്ന് നിർബന്ധമില്ല, ടച്ച് ചെയ്താലും മതി. ഇതൊക്കെ പിന്നെ നമ്മുടെ പിള്ളേരാട്ടാ. അവന്മാരൊപ്പം തന്നെ ഇരുന്ന് കണ്ടു. ഇതാണ് ഹരിജൻ വേല. ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞ ഒരു കമന്റ് ചെയ്തോളൂ. ഗാനമേളക്ക് ഒരു പ്രീമിയം ഗാനമേളയായിരുന്നു. വിജയ് യേശുദാസിനെയും കാണാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞ് പുലർച്ചെ മഞ്ഞിൽ ഒരു കൊട്ടും കൊട്ടി കെട്ടും കെട്ടി നേരെ വീട്ടിലേക്ക്. അപ്പൊ ശരി.